ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെരീസ് ബൈനറി കഫേ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ ജോലിയിലുള്ളവർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. എപ്പോഴാണ് നാം മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുക? നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു, അവിടെയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഉണ്ടാകും. ഈ കാൽക്കുലേഷൻസ് ഉള്ള ഡോക്യുമെൻ്റ് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും തെറ്റുകൂടാത്ത ഭംഗിയായി പൂർത്തിയാക്കാനും മൈക്രോസോഫ്റ്റ് എക്സൽ നിങ്ങളെ സഹായിക്കും. മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. കമ്പ്യൂട്ടർ അധ്യാപന രംഗത്തെ 10 വർഷത്തിലധികമുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വളരെ ലളിതമായി തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതിയുമായാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ അവസാനം വരെ കാണുകയും ഇതിൻ്റെ വരും എപ്പിസോഡുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്താൽ വളരെ എളുപ്പത്തിൽ മൈക്രോസോഫ്റ്റ് എക്സൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. മൈക്രോസോഫ്റ്റ് എക്സൽ പഠിക്കാൻ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മൈക്രോസോഫ്റ്റ് എക്സൽ അറിയാത്തതുകൊണ്ട് ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനയോ ലഭിക്കാത്ത ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. എക്സൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും മനസ്സിലാകാതെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഹതഭാഗ്യനാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വൺസ് അഗൈൻ വെൽക്കം ടു ഷെരീസ് ബൈനറി കഫേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളുമുണ്ട്. അതിൽ 4 വഴികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യമായി ഡെസ്ക്ടോപ്പിൽ എക്സലിൻ്റെ ഐക്കൺ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഗ്രീൻ കളറിൽ എക്സ് എന്നെഴുതിയിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഷോർട്ട് കട്ട് കാണാം. ഈ ഷോർട്ട് കട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആകും. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണുക. ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് വർക്ക് ബുക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നെഴുതിയാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സ്ക്രീൻ കാണാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ടാസ്ക് ബാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഹൊറിസോണ്ടലായി കിടക്കുന്ന ഈ ഒരു ബാറിനെയാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഈ ടാസ്ക് ബാറിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താലും മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ ഗ്രീൻ കളറിൽ എക്സ് എന്ന് എഴുതിയിട്ട് ഇതാണ് എക്സലിൻ്റെ ഷോർട്ട് കട്ട്. ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആകും. ഇവിടെയും നിങ്ങൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുക, എക്സലിൻ്റെ സ്ക്രീൻ ഓപ്പൺ ആകും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ആപ്പ് എന്ന് എഴുതി കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ എക്സൽ ഓപ്പൺ ആകും. വീണ്ടും നിങ്ങൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുക, എക്സലിൻ്റെ സ്ക്രീൻ കാണാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കീബോർഡിൽ വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് R ക്ലിക്ക് ചെയ്യുക. അതായത് കീബോർഡിൽ വിൻഡോസ് കീ ഹോൾഡ് ചെയ്ത് R കീ അമർത്തുക. അപ്പോൾ റൺ ബോക്സ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. അവിടെ നിങ്ങൾ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടൂൾസ് കാണാം. ഈ ഏരിയയെ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുക. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൂടുതൽ ടൂൾസ് നമുക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ കഴിയും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് 1 -Excel എന്ന് കാണാം. ബുക്ക് 1 എന്ന് പറയുന്നത് ഈ ഒരു ഫയലിൻ്റെ പേരാണ്. നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തു. അതിന് ഡീഫോൾട്ടായിട്ട് ബുക്ക് 1 എന്നാണ് പേര് വരിക.
നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സൽ ഫയൽ സേവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പേര് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ബുക്ക് 1 ഡീഫാൾട്ടായിട്ട് വരുന്ന പേരാണ്. അത് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ എന്ന് കാണാം. അത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തതെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കാണിക്കും. പിന്നെ ഇവിടെ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബട്ടൺ കാണാം. അത് പിന്നീട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഇവിടെ 3 ബട്ടൺ, സാധാരണ എല്ലാ വിൻഡോക്കുമുള്ള ബട്ടൺ, ഒന്ന് മിനിമൈസ് ചെയ്യാനുള്ള ബട്ടൺ, ഒന്ന് റീസ്റ്റോർ ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ, ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ. ഇതിന് നമ്മൾ ഈ ഏരിയക്ക് പറയുന്നത് ടൈറ്റിൽ ബാർ എന്നാണ്. ഈ ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് ഭാഗം കാണാം. ഈ ഏരിയക്ക് നമ്മൾ പറയുന്നത് റിബൺ എന്നാണ് ഇതിന് പറയുക. ഈ ഹോം, ഇൻസേർട്ട്, അതേപോലെ ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, ഇതൊക്കെ ഈ റിബണിൻ്റെ ടാബുകളാണ്. ഓരോ ടാബിൻ്റെയും അണ്ടറിൽ, ഉദാഹരണത്തിന് ഹോം ടാബിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ടൂൾസുകൾ കാണാം. ഈ ടൂൾസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോണ്ട് എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. മൂന്നാമത്തത് അലൈൻമെൻറ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനൊക്കെ അവിടെ പേരെഴുതിയിട്ടുണ്ടാകും. അതേപോലെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടേബിൾസ്, ഇല്ലസ്ട്രേഷൻസ്, ആഡിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ കാണാം. അതായത് കുറേ ടൂൾസിൻ്റെ ഗ്രൂപ്പാണ്. വീണ്ടും നമ്മൾ ഹോം ടാബ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഈ ഒരറ്റത്ത് വീണ്ടും നമുക്ക് ഒരു ആരോ മാർക്ക് കാണാം. ഇതിനെ നമ്മൾ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നാണ് പറയുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ഡയലോഗ് ബോക്സ്, ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും. ഇവിടെയും നമുക്ക് ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. ഇനി റിബണിൻ്റെ താഴെയായി ഇവിടെ നമുക്ക് ഒരു ബോക്സ് ഉണ്ട്. ഇതിന് നെയിം ബോക്സ് എന്നാണ് പറയുക. അതെന്തിനുള്ളതാണെന്ന് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ അതിന് തൊട്ട് അപ്പുറത്തായിട്ട് മറ്റൊരു ബോക്സ് കാണാം. അതിനെ ഫോർമുല ബാർ എന്നാണ് പറയുക. ഈ ഏരിയയെ ഫോർമുല ബാർ എന്നും ഇതിന് നെയിം ബോക്സ് എന്നും പറയും. അതിന് താഴെയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഈ വർക്ക് ഏരിയയിൽ എക്സലിൻ്റെ ഈ ഒരു ഷീറ്റിനെ ഒരുപാട് കോളംസ് ആയിട്ട്, അതായത് വെർട്ടിക്കലി കോളംസ് ആയും ഹൊറിസോണ്ടലി റോസ് ആയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോളത്തിന് നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ഇത് എ കോളം, ഇത് ബി കോളം, ഇത് സി കോളം, ഇത് ഡി കോളം, അങ്ങനെ പോകും. അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഇത് എത്ര വരെയാണ് പോകുന്നത്? സെഡ് കഴിഞ്ഞാൽ വീണ്ടും എ എ, എ ബി, എ സി, എ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഏറ്റവും ലാസ്റ്റത്തെ കോളം കാണാൻ വേണ്ടി നിങ്ങൾ കീബോർഡിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ കോളം കാണാൻ കഴിയും. എക്സ് എഫ് ഡി എന്നതാണ് ലാസ്റ്റ് കോളം. അതായത് എ മുതൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ് എഫ് ഡി വരെയുള്ള കോളംസ് സ്ക്രീനിൽ അവൈലബിൾ ആണ്, എക്സലിൻ്റെ ഷീറ്റിൽ അവൈലബിൾ ആണ്. അത്രയും കോളംസ് ഇതിനകത്തുണ്ട്. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് വരാം. ഫസ്റ്റ് കോളം എ ആണ്, ലാസ്റ്റ് കോളം എക്സ് എഫ് ഡി ആണ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലും റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിലും എത്തും. ഓക്കെ. ഹൊറിസോണ്ടലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് റോ എന്നാണ് പറയുക. റോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റോ 1 ആണ്, സെക്കൻഡ് റോ 2 ആണ്, തേർഡ് റോ 3 ആണ്, അങ്ങനെ പോകും. അങ്ങനെ ലാസ്റ്റ് റോ കാണാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ റോ എന്ന് പറയുന്നത് 10,48,576. അത്രയും റോ ഇതിനകത്തുണ്ട്. അതായത് 1,48,576 റോസ്. ഫസ്റ്റ് റോ കാണാൻ വേണ്ടി വീണ്ടും കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെത്തും. കൺട്രോൾ കീ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റോയിലെത്തും. അപ്പം എക്സലിൻ്റെ ഷീറ്റിനെ
ഒരുപാട് കോളംസും ഒരുപാട് റോസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോളംസിന് ആൽഫബറ്റ് വെച്ചിട്ടാണ് പേര് വിളിച്ചിരിക്കുന്നത്, എ മുതൽ XFD വരെ. റോസിന് നമ്പേഴ്സ് കൊണ്ടാണ് പേര് വിളിച്ചിരിക്കുന്നത്, 1 മുതൽ 1,48,576 റോസ് വരെ. എക്സൽ ഷീറ്റിൽ ഓരോ കോളത്തിൻ്റെയും ഓരോ റോയുടെയും ഇൻ്റർസെക്ഷനായി വരുന്ന ഈ ചെറിയ ബോക്സിനെ സെൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഓരോ ചെറിയ ബോക്സും ഓരോ സെല്ലുകളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ സെല്ലുകൾ കൊണ്ടാണ് എക്സൽ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ട്. സെല്ലിൻ്റെ അഡ്രസ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഇത് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കുക. ഇത് B കോളത്തിലാണ്. അടുത്തതായി ഇത് ഏത് റോയിലാണെന്ന് നോക്കുക. ഇത് 4th റോയിലാണ്. അതായത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് B കോളത്തിൽ 4th റോയിലാണ്. അതുകൊണ്ട് ഈ സെല്ലിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് B4 ആണ്. ആ അഡ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ നെയിം ബോക്സിൽ എഴുതി കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതായത് നെയിം ബോക്സിൽ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ് നെയിം ബോക്സിൽ കാണിച്ചിരിക്കും. ഇനി ഞാൻ മറ്റൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ സെല്ല് ഏത് കോളത്തിലാണ്? C കോളത്തിലാണ്. അത് എത്രാമത്തെ റോയിലാണുള്ളത്? അത് 6th റോയിലാണുള്ളത്. അതുകൊണ്ട് ഈ സെല്ലിൻ്റെ അഡ്രസ് C6 ആകുന്നു. നെയിം ബോക്സിൽ C6 എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ട്. ഫസ്റ്റ് അതിൻ്റെ ഏത് കോളത്തിലാണെന്ന് നോക്കുക, സെക്കൻഡ് അത് ഏത് റോയിലാണെന്ന് നോക്കുക. അതാണ് സെല്ലിൻ്റെ അഡ്രസ്. സെൽ അഡ്രസ് അല്ലെങ്കിൽ സെൽ റെഫറൻസ് എന്നും പറയും. ഇനി സെല്ലുകൾക്ക് താഴെയായി ഷീറ്റ് ബാർ എന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡീഫാൾട്ടായിട്ട് അവിടെ ഒരു ഷീറ്റ് ഉണ്ടാകും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സൽ ഫയലിന് നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. ഒരു വർക്ക് ബുക്കിൽ ഒരു ഷീറ്റ് ഉണ്ടാകുന്നതാണ്, ഒരു വർക്ക് ഷീറ്റ് ഉണ്ടാകുന്നതാണ്. കൂടുതൽ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് 1ൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 ഇങ്ങനെ കൂടുതൽ ഷീറ്റ് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ താഴെ ഷീറ്റ് ബാറിന് താഴെയായി നമുക്കൊരു സ്റ്റാറ്റസ് ബാർ ഉണ്ട്. ഈ റെഡി എന്ന് എഴുതി കാണിക്കുന്ന ഇതാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൽ പല കാര്യങ്ങളും നമ്മുടെ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് കാണിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സ്റ്റാറ്റസ് ബാറിൻ്റെ വലത് ഭാഗത്തായിട്ട് 3 വിവിധ തരത്തിലുള്ള വ്യൂ, അതായത് വർക്ക് ബുക്ക് വ്യൂ ചെയ്യാനുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നോർമൽ എന്നാണ്, ഒന്ന് പേജ് ലേഔട്ട് എന്നാണ്, ഒന്ന് പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്നാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു സൂം സ്ലൈഡർ കൂടി അവൈലബിൾ ആണ്. അതായത് ഷീറ്റ് നമുക്ക് വലുതായി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ചെറുതാക്കി കാണാൻ വേണ്ടി സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ലൈഡ് ബാർ ഇവിടെ ഉണ്ട്. ഇത്രയാണ് എക്സലിൻ്റെ സ്ക്രീൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എക്സൽ ഷീറ്റിൽ എങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുക എന്ന് നോക്കാം. ഏത് സെല്ലിലാണോ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ C3 എന്ന സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡ് ഉപയോഗിച്ച് എന്താണോ അവിടെ എൻ്റർ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടാബ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ, അതായത് ആക്റ്റീവ് സെൽ വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഒരു പ്രാവശ്യം ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കീബോർഡിൽ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ആക്റ്റീവ് സെല്ല് വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അവിടെ അടുത്ത ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്യാം. വീണ്ടും ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ നമുക്ക് വലത് ഭാഗത്തേക്ക് ആക്റ്റീവ് സെല്ല് മൂവ് ചെയ്യാം ടാബ് ഉപയോഗിച്ച്. ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ടാബ് കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ഇടത് ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വരും. ഇനി നെയിം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ താഴേക്കാണ് വരേണ്ടതെങ്കിൽ
അടുത്ത ഡാറ്റ താഴെയാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ എൻ്റർ കീ ഉപയോഗിക്കുക. എൻ്റർ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ താഴോട്ട് വരുന്നതാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എൻ്റർ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ മുകളിലോട്ട് മൂവ് ചെയ്യും. അതായത് ഒരു സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ഡാറ്റ വലത് ഭാഗത്താണെങ്കിൽ കീബോർഡിൽ ടാബ് ഉപയോഗിക്കുക, താഴെയാണെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് എൻ്റർ ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഇനി ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഏത് സെല്ലിലെ ഡാറ്റയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഡാറ്റ ഡിലീറ്റ് ആവുന്നതാണ്. എക്സൽ ഷീറ്റിൽ പ്രധാനമായും നമുക്ക് 4 തരത്തിലുള്ള ഡാറ്റ എൻ്റർ ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റയാണ്. ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വിത്ത് നമ്പേഴ്സ്. ഉദാഹരണത്തിന് നെയിം, ഇത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റയാണ്, കാരണം ഇതിൽ ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ എപ്പോഴും ഒരു സെല്ലിൻ്റെ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ഉണ്ടാവുക. അതായത് ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കീയോ അല്ലെങ്കിൽ ടാബ് കീയോ അടിച്ചു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിൽക്കുന്നതാണ്. അടുത്ത കോളത്തിൽ ഞാൻ അഡ്രസ് 1 ടൈപ്പ് ചെയ്തു. ഇതും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റയാണ്. അപ്പോൾ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വിത്ത് നമ്പേഴ്സോ ഉള്ള ഡാറ്റയെ ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ന്യൂമറിക്കൽ ഡാറ്റയാണ്. ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ 50 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ആ 50 എന്നുള്ളത് സെല്ലിൻ്റെ വലത് ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി നീങ്ങുന്നതായി കാണാം. അതായത് ന്യൂമറിക്കൽ ഡാറ്റ ഡീഫാൾട്ടായി റൈറ്റ് അലൈൻമെൻറ്റിലാണ് ഉണ്ടാവുക, സെല്ലിൻ്റെ വലതുവശത്താണ് ഉണ്ടാവുക. അടുത്ത കോളത്തിൽ ഞാൻ 60 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇത് ന്യൂമറിക്കൽ ഡാറ്റയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും ടൈപ്പ് ഡാറ്റ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്യാം, കാരണം അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുള്ള ഡാറ്റ ടൈപ്പാണ്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ബേസിക് കാൽക്കുലേഷൻസ് നോക്കാം, എങ്ങനെയാണ് എക്സലിൽ കാൽക്കുലേഷൻസ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് B3 എന്ന കോളത്തിൽ ഞാൻ 60 എന്ന് ടൈപ്പ് ചെയ്തു, ടാബ് അടിച്ചു. D3 എന്ന കോളത്തിൽ ഞാൻ 80 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി ഈ 2 നമ്പേഴ്സ് എനിക്ക് കൂട്ടണം. ആൻഡ് ആൻസർ വേണ്ടത് C5 എന്നുള്ള കോളത്തിലാണ്, C5 എന്നുള്ള സെല്ലിലാണ് എനിക്ക് ആൻസർ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ C5 ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഈക്വൽ ടു എന്ന സിമ്പൽ കൊടുക്കുക. എക്സലിൽ എല്ലാ കാൽക്കുലേഷൻസും ഫങ്ഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ ടു സിമ്പൽ വെച്ചിട്ടാണ്. ഈക്വൽ ടു അടിച്ചതിന് ശേഷം ഒന്നാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ നമ്പർ B3യിലുള്ള 60 എന്നുള്ള നമ്പറാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ 60 എന്ന നമ്പറിൻ്റെ സെൽ അഡ്രസ്സ് അതവിടെ C5 എന്നുള്ള കോളത്തിൽ കാണിക്കും. B3 എന്നുള്ളത് 60 എന്നുള്ള നമ്പറിൻ്റെ സെൽ അഡ്രസ്സാണ്. അതിനുശേഷം നമ്മൾ ഓപ്പറേറ്റർ കൊടുക്കുക. ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് കൊടുക്കുക, സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ മൈനസ് കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സ്റ്റാർ കൊടുക്കുക, ഡിവിഷൻ ആണെങ്കിൽ സ്ലാഷ് കൊടുക്കുക. ഈ 4 സിമ്പലാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക. ഇവിടെ എനിക്ക് അഡിഷനാണ് വേണ്ടത്, ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്ത് അപ്പോൾ 80 എന്നുള്ള നമ്പറിൻ്റെ അഡ്രസ്സ് അവിടെ വന്നു. D3 എന്നുള്ളത് 80 എന്നുള്ള നമ്പറിൻ്റെ അഡ്രസ്സാണ്. അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ 60 + 80 എന്നുള്ള 2 നമ്പർ കൂട്ടിയിട്ട് 140 എന്നുള്ള ആൻസർ നമുക്ക് C5 എന്നുള്ള സെല്ലിൽ കിട്ടി. ഒന്നുകൂടെ നോക്കാം. ഏത് സെല്ലിലാണോ നമുക്ക് ആൻസർ വേണ്ടത് ആ സെല്ലിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈക്വൽ ടു എന്നിട്ട് ഒന്നാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ രണ്ടാമത് ഈ അടുത്ത ചെയ്യുന്നത് 80ൽ നിന്ന് 60 കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 80 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ D3 എന്ന് അവിടെ വന്നു. D3 എന്നുള്ളത് 80 എന്നുള്ള നമ്പറിൻ്റെ സെൽ അഡ്രസ്സാണ്, ഓർമ്മിക്കുക. അതിനുശേഷം മൈനസ് കൊടുത്തു 60, 80 - 60, എൻ്റർ അടിച്ചു. 20 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് കാൽക്കുലേഷനും ചെയ്യാം. ഈക്വൽ ടു വെച്ച് ചെയ്യുക. ഈക്വൽ ടു, ദെൻ ക്ലിക്ക് ദി ഫസ്റ്റ് നമ്പർ, ദെൻ ഓപ്പറേറ്റർ അഡിഷൻ ആണെങ്കിൽ പ്ലസ്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സ്റ്റാർ, ഡിവിഷൻ ആണെങ്കിൽ സ്ലാഷ്. ഓപ്പറേറ്റർ കൊടുക്കുക. അതിനുശേഷം അടുത്ത നമ്പർ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അടുത്ത ഓപ്പറേറ്റർ വെച്ച് അടുത്ത നമ്പർ, അങ്ങനെ പോവുക. എന്നിട്ട് അവസാനം എൻ്റർ അടിക്കുക. അവസാനം സിമ്പൽ കൊടുക്കരുത്. പ്ലസ്സോ മൈനസോ സ്റ്റാറോ സ്ലാഷോ ഒന്നും അവസാനത്തിൽ ഉണ്ടാവരുത്. അവസാനത്തെ നമ്പർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടെ കാണിക്കാം. 60
പ്ലസ് 80 പ്ലസ് 20. 3 നമ്പർ ആഡ് ചെയ്യാണ്. ഒന്ന് B3യിലുള്ള നമ്പറാണ്, ഒന്ന് D3യിലുള്ള നമ്പറാണ്, ഒന്ന് C8ലുള്ള നമ്പറാണ്. അവസാനം C8 അടിച്ചതിന് ശേഷം 20 ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആദ്യത്തെ എക്സസൈസ് ചെയ്യാം. ഇവിടെ ഞാനൊരു PDF ഫയൽ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു മാസത്തെ സെയിൽസ് റിപ്പോർട്ടാണ്. ഒരു ചെറിയ റിപ്പോർട്ട്, വളരെ ചെറിയ റിപ്പോർട്ട്. ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ റോയിൽ മൊബൈൽ ആ ഷോപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, കോൾ മീ മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ രണ്ടാമത്തെ അതിന് തൊട്ട് താഴെയായി സെയിൽസ് റിപ്പോർട്ട് ഓഫ് ജനുവരി 2021. താഴെ ടേബിൾ രൂപത്തിലുള്ള ഒരു ഡാറ്റയുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ നെയിം ഓഫ് ദി സെയിൽസ്മാൻ, മൂന്നാമത്തെ കോളത്തിൽ ഏരിയ, നാലാമത്തെ കോളത്തിൽ ആപ്പിൾ എന്നുള്ള മൊബൈലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്, സെയിൽസ് ആണ് കാണിക്കുന്നത്. അടുത്തതിൽ സാംസങ്, അടുത്തതിൽ ഹുവാവേ, പിന്നെ ലിനോവോ, റെഡ്മി. പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഈ എക്സസൈസ് എങ്ങനെ ചെയ്യാം, എന്നിട്ട് എങ്ങനെ ഇതിൻ്റെ പ്രിൻ്റ് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും, PDF ആയിട്ട് സേവ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ സെല്ലിൽ, അതായത് A1 എന്നുള്ള സെല്ലിൽ ഈ കോൾ മീ മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിക്കുക. കാരണം കോൾ മീ മൊബൈൽ ഡിസ്ട്രിബ്യൂഷന് താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് റോയിൽ ഒന്നും ടൈപ്പ് ചെയ്യരുത്, വീണ്ടും എൻ്റർ അടിച്ചിട്ട് തേർഡ് റോയിലേക്ക് വരിക. തേർഡ് റോയിൽ സെയിൽസ് റിപ്പോർട്ട് ഓഫ് ജനുവരി 2021. അതിനുശേഷം എൻ്റർ അടിക്കുക. വീണ്ടും നമുക്ക് സെയിൽസ് റിപ്പോർട്ട് ഓഫ് ജനുവരി 2021 എന്നുള്ള റോയിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് 4th റോയും നിങ്ങൾ ഫ്രീ ആയി വിടുക. എന്നിട്ട് 5th റോയിലേക്ക് വരിക. എൻ്റർ അടിച്ചിട്ട് 5th റോയിൽ വരിക. 5th റോയിൽ സീരിയൽ നമ്പർ SL നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ടാബ് അടിക്കുക. ടാബ് അടിച്ചിട്ടാണ് വലതു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത്. ടാബ് അടിച്ചിട്ട് അവിടെ നെയിം ഓഫ് ദി സെയിൽസ്മാൻ, നെയിം ഓഫ് ദി സെയിൽസ്മാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടാബ് അടിക്കുക. ടാബ് അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉള്ളത് C5ലാണ്. പക്ഷേ നെയിം ഓഫ് ദി സെയിൽസ്മാൻ്റെ കുറച്ച് ഭാഗം അവിടെ C5ൽ കാണിക്കുന്നുണ്ട്. പക്ഷേ C5ൽ ശരിക്കും ഡാറ്റ ഉള്ളത്, നെയിം ഓഫ് ദി സെയിൽസ്മാൻ എന്നുള്ള ഡാറ്റ ഉള്ളത് B5ലാണ്. നമ്മൾ B5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണാം നമ്മുടെ ഫോർമുല ബാറിൽ നെയിം ഓഫ് ദി സെയിൽസ്മാൻ എന്നുള്ളത് B5ലാണ്. ടാബ് അടിച്ചിട്ട് C5ൽ വന്നാൽ C5 ആക്ച്വലി എംപ്റ്റി ആണ്, അതിൽ ഡാറ്റ ഇല്ല. ഈ കാണിക്കുന്നത് B5ലുള്ള ഡാറ്റൻ്റെ ബാക്കി ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ ഏരിയ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ ടാബ് അടിച്ച് അടുത്ത ഡിയിലേക്ക് പോകരുത്. ഏരിയ എന്ന് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഏരിയ എന്ന് അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ബിയിലുള്ള നെയിം ഓഫ് ദി സെയിൽസ്മാൻ എന്നുള്ളതിൻ്റെ പൂർണ്ണ ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ അത്രയും ഏരിയ ഇല്ല, അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൗസ് പോയിൻ്റർ ബിൻ്റെയും സിൻ്റെയും ഇടയിലുള്ള ബി കോളത്തിൻ്റെയും സി കോളത്തിൻ്റെയും ഇടയിലുള്ള ആ ലൈനിൽ കൊണ്ടുപോവുക. ആ ലൈനിൽ കൊണ്ടുപോകുന്ന സമയത്ത് മൗസ് പോയിൻ്റർ ഒരു ലൈനും രണ്ട് വശത്തേക്കുള്ള ആരോ മാർക്കായി മാറും. അതായത് ബിയിൽ മൗസ് കൊണ്ടുപോയാൽ മൗസിൻ്റെ പോയിൻ്റർ ഇതേപോലെ താഴോട്ടുള്ള ആരോ അല്ല ഉണ്ടാവുക, സിയിലും അതേപോലെ താഴോട്ടുള്ള ആരോ മാർക്ക് ഉണ്ടാവുക. ബിൻ്റെയും സിൻ്റെയും ഇടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ലൈനും രണ്ട് വശത്തേക്ക് രണ്ട് ആരോ ഇങ്ങനെ കാണാം. ആ സമയത്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, വലത് വശത്തേക്ക് മൗസ് നീക്കുക. ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് വേണം ഡ്രാഗ് ചെയ്യാൻ. ഹോൾഡ് ചെയ്തിട്ട്, അതായത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, വലത് വശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ആ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഈ ബി കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടാനും കുറക്കാനും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. അതായത് ഏത് കോളത്തിൻ്റെ വിഡ്ത്താണോ നമുക്ക് കൂട്ടേണ്ടത് ആ കോളത്തിന് തൊട്ട് അപ്പുറത്തുള്ള കോളത്തിൻ്റെയും ഇടയിൽ വരുന്ന ലൈനിൽ കൊണ്ടുപോയി മൗസ് വെക്കുക. ഇപ്പോൾ സിയും ഡി ആണെങ്കിൽ സിൻ്റെയും ഡീൻ്റെ ഇടയിൽ കൊണ്ടുപോയി മൗസ് വെക്കുന്ന സമയത്ത് മൗസ് പോയിൻ്റർ ഇങ്ങനെ ചേഞ്ച് ആവും, ഒരു ലൈനും രണ്ട് വശത്തേക്കുള്ള ആരോ മാർക്കായി മാറും.
കണ്ടില്ലേ, ശ്രദ്ധിക്കുക. സിയിൽ വെക്കുമ്പോൾ മൗസ് പോയിൻ്റർ ഇങ്ങനെയാണ് ഉള്ളത്, ആരോ മാർക്കാണ് താഴേക്ക്. ഡിയിൽ വെക്കുമ്പോൾ മൗസ് പോയിൻ്റർ ഇങ്ങനെയുള്ളത്. സിൻ്റെയും ഇടയിലും രണ്ടിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് മൗസ് പോയിൻ്റർ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നെയിം ഓഫ് ദി സെയിൽസ്മാൻ കഴിഞ്ഞു, ഏരിയയിലെത്തി. ഏരിയ അടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ടാബ് അടിച്ചിട്ട് ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുക. ടാബ് അടിക്കുക, സാംസങ്, വീണ്ടും ടാബ്, ഹുവാവേ, വീണ്ടും ടാബ് അടിച്ചു ലിനോവോ, വീണ്ടും ടാബ് അടിച്ചു റെഡ്മി, വീണ്ടും ടാബ് അടിച്ചു ടോട്ടൽ. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ തൊട്ടടുത്ത ലൈനിലേക്ക് വരും. ഓക്കെ, സീരിയൽ നമ്പറിലേക്ക് എത്തും. അഥവാ സെയിൽസ്മാനിലേക്ക് എത്തിയെങ്കിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് ആരോ അടിച്ചിട്ട് സീരിയൽ നമ്പറിലേക്ക് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം. സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി 1 എൻ്റർ ചെയ്യുക ഒന്നാമത്തെ സെല്ലിൽ. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് അടുത്തതിൽ 2 കൊടുക്കുക. അങ്ങനെ വീണ്ടും 10 വരെയുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ ഉള്ളത്. 10 നമ്പേഴ്സ് ഇതേപോലെ ടൈപ്പ് ചെയ്യണമെന്നില്ല. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും 2 സെല്ലും സെലക്ട് ചെയ്യുക. 2 സെല്ലും സെലക്ട് ചെയ്യണം. ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം സെലക്ട് ആവും. ഇവിടെ ഇപ്പോൾ 1ഉം 2ഉം സെലക്ട് ആയിട്ടുണ്ട്, 2ഉം സെലക്ട് ആയിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും 2 സെല്ലും സെലക്ട് ചെയ്യുക. ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ 2 സെല്ലും സെലക്ട് ആവും. അതിനുശേഷം ഈ ബോക്സിൻ്റെ, അതായത് സെലക്ഷൻ ബോക്സിൻ്റെ താഴെ ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട്, ഒരു ചെറിയൊരു പോയിൻ്റ്, ഒരു സ്ക്വയർ ഉണ്ട് അവിടെ. ആ സ്ക്വയറിൻ്റെ അടുത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോകുക. ഇപ്പം മൗസ് പോയിൻ്റർ ഇങ്ങനെയാണുള്ളത്, എല്ലാവർക്കും കാണാമല്ലോ. മൗസ് പോയിൻ്റർ ഇങ്ങനെയാണുള്ളത്. അവിടത്തേക്ക് മൗസ് കൊണ്ടുപോകുന്ന സമയത്ത് മൗസ് പോയിൻ്റർ ചേഞ്ച് ആവും, ഒരു പ്ലസ് സിമ്പലാവും. പ്ലസ് സിമ്പലിൻ്റെ രൂപം മാറിയിട്ടുണ്ട്, ഒരു ലൈൻ മാത്രമുള്ള പ്ലസ് സിമ്പലാവും. ആ സമയത്ത് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതാണ്, 5. ഓക്കെ, നമുക്ക് 10 വരെയാണ് വേണ്ടത്. 10 വരെ എത്തിക്കഴിഞ്ഞാൽ മൗസ് റിലീസ് ചെയ്യുക. ആ സമയത്ത് 10 നമ്പർ വരെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ആകും. ഒന്നുകൂടെ പറയാം, നമ്മൾ 1ഉം 2ഉം ടൈപ്പ് ചെയ്തതിന് ശേഷം 1, 2 2 സെല്ലും ഒന്നിച്ച് സെലക്ട് ചെയ്യുക. ഒന്നാമതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ 2ഉം സെലക്ട് ആവും. ആ സെലക്ട് ആയതിനു ശേഷം ഈ സെലക്ഷൻ്റെ താഴെ, 2 സെല്ലിൻ്റെയും സെലക്ഷൻ്റെ താഴെ ആ ഒരു സ്ക്വയറിൽ മൗസ് കൊണ്ടുപോയി വെക്കുക. അത് നമ്മൾ ഫിൽ ഹാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഫിൽ എന്നൊക്കെയാണ് പറയുക. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക, 10 വരെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, നമുക്ക് 10 വരെ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നെയിം ഓഫ് ദി സെയിൽസ്മാൻമാരെ പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ പൂർണ്ണമായും ടൈപ്പ് ചെയ്യുന്നില്ല, അത്രയും സമയം കൂടും. 3 സെയിൽസ്മാൻമാരുടെ പേര് മാത്രമേ ടൈപ്പ് ചെയ്തുള്ളൂ. അതിനുശേഷം ഏരിയ ഷാർജ, അജ്മാൻ, ഫുജൈറ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മേലെ ടൈപ്പ് ചെയ്ത അതേ പേര്, അതേ ഏരിയയാണ് ഇവിടെ ടൈപ്പ് ചെയ്തെങ്കിൽ ജസ്റ്റ് എസ് ടൈപ്പ് ചെയ്താൽ തന്നെ ഷാർജ എന്ന് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ അജ്മാൻ ആണെങ്കിൽ എ അടിച്ച്, കാരണം അത് ഓൾറെഡി മേലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അത് പോപ്പുലേറ്റ് ആവുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം ആപ്പിൾ മൊബൈലിൻ്റെ സെയിൽസ് 95,000. 95,000.00 എന്നുണ്ട് ഈ എക്സസൈസിൽ. പക്ഷേ നിങ്ങൾ 0.00 എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്താലും അത് വരില്ല. ഓക്കെ, 95,000.00 ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, അത് വരില്ല. കാരണം അത് നമ്മൾ ടൂൾ വെച്ചിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. 85,000, 96,000. ഓക്കെ, അടുത്ത സാംസങ്ങിൻ്റെ കൊടുക്കുക. 36,200, 54,200, 59,000. Huawei 45,000, 65,200, 48,500. ടാബ് അടിച്ചു. ലിനോവോ 45,620, 47520, 23560. റെഡ്മി
45210 36520 56230. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ടോട്ടൽ ടൈപ്പ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം, ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഹെഡിങ് കോൾ മീ മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇത് സെൻറ്ററിൽ കൊണ്ടുവരണം. സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെയ്യണമല്ലോ. ഓക്കെ, സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ A1 ക്ലിക്ക് ചെയ്യുക. A1 ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റ ഉള്ളത് I കോളം വരെയാണ്. ABCDEFGH I വരെ ഉണ്ട്. I കോളം വരെയാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്. അപ്പോൾ I വരെ സെലക്ട് ചെയ്യുക. എങ്ങനെ സെലക്ട് ചെയ്യുക? A1 ക്ലിക്ക് ചെയ്തിട്ട് മൗസ് അങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് I വരെ കൊണ്ടുവന്നതിന് ശേഷം ഈ ടൂൾ ബാറിൽ ഹോം ടാബിൽ, അതായത് റിബണിൽ ഹോം ടാബിൻ്റെ അണ്ടറിൽ ഈ അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ ഇവിടെ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഒരു ടൂൾ കാണാം. മെർജ് ആൻഡ് സെൻറ്റർ. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എത്ര കോളമാണോ എത്ര സെല്ലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ സെല്ലിനൊക്കെ മെർജ് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. അതിനുപയോഗിക്കുന്ന ടൂളാണ് മെർജ് ആൻഡ് സെൻറ്റർ. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ കണ്ടൻറ്റ് സെൻറ്ററിലെത്തി. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. A1 മുതൽ I വരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിൻ്റെ അണ്ടറിൽ അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് സെൻറ്ററിലെത്തി. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. എവിടെ? ഫോണ്ട് ഗ്രൂപ്പിൽ ഇവിടെ എന്നുള്ള ഒരു ടൂളുണ്ട്, മുകളിലേക്ക് ആരോ മാർക്കുള്ളൊരു ടൂള്. അത് ക്ലിക്ക് ചെയ്ത് എത്ര ക്ലിക്ക് ചെയ്യുന്നോ അത്രയും നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂടും. ഓക്കെ, പിന്നെ B എന്നുള്ള ടൂൾ വെച്ച് നമുക്ക് ബോൾഡ് ചെയ്യാം. മാത്രമല്ല ഇത് നമുക്കൊരു ബോക്സ് കൊടുക്കണം. ഈ സെല്ല് കാണുന്ന സെല്ലിനൊക്കെ നമുക്ക് ബോർഡർ ഉണ്ട്. ഈ സെല്ലിൻ്റെ ബോർഡർ പ്രിൻ്റ് ഔട്ടിൽ വരില്ല. പ്രിൻ്റ് ഔട്ടിൽ ഈ സെല്ലിൻ്റെ ബോർഡർ വരില്ല. അതുകൊണ്ട് ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡർ മാനുവലി കൊടുക്കണം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കിതാ ഈ ഫോണ്ട് ഗ്രൂപ്പിൽ തന്നെ ബോർഡർ എന്നുള്ളൊരു ടൂൾ ഉണ്ട്. ഈ ടൂളാണ് ബോർഡർ എന്നുള്ള ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഔട്ട്സൈഡ് ബോർഡർ അല്ലെങ്കിൽ തിക്ക് ഔട്ട്സൈഡ് ബോർഡർ എന്നുള്ളത് കൊടുക്കുക. തിക്ക് ഔട്ട്സൈഡ് ബോർഡേഴ്സ് അത് ക്ലിക്ക് ചെയ്താൽ അതിനൊരു ബോർഡർ കിട്ടും. ഇനി ഇതിനകത്ത് കളർ കൊടുക്കാൻ വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷെയ്ഡിങ് എന്നുള്ള ടൂൾ ഉണ്ട്. ഫിൽ കളർ എന്നുള്ള ടൂൾ, അതും ഫോണ്ട് ഗ്രൂപ്പിൽ തന്നെയാണ് ഉള്ളത്. ഫിൽ കളർ എന്നുള്ള ടൂൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു കളർ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെഡിങ് ആയി കോൾ മീ മൊബൈൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി രണ്ടാമത്തെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് തേർഡ് റോയിലുള്ള സെയിൽസ് റിപ്പോർട്ട് ഓഫ് ജനുവരി 2021. അതും ഇതേപോലെ A1 ക്ലിക്ക് ചെയ്തിട്ട് I വരെ സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യുക അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ. അതിനുശേഷം സൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. B അടിച്ച് ബോൾഡ് ചെയ്യാം. ബോക്സ് കൊടുക്കാം. ഔട്ട്സൈഡ് ബോർഡർ അല്ലെങ്കിൽ തിക്ക് ഔട്ട്സൈഡ് ബോർഡർ. കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം. ഇനി താഴെയുള്ള ഡാറ്റ ഇതേപോലെ കോളം കൊടുക്കാൻ വേണ്ടി സീരിയൽ നമ്പർ മുതൽ ടോട്ടൽ വരെ സെലക്ട് ചെയ്ത് വീണ്ടും താഴേക്ക് 10 വരെ സെലക്ട് ചെയ്യാം. ഇത് മൗസ് ഹോൾഡ് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. സീരിയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് താഴെ വരെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തിക്ക് ഔട്ട്സൈഡ് ബോർഡേഴ്സ് ആ ബോർഡർ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബോർഡേഴ്സ് കൊടുക്കുക. ഓൾ ബോർഡേഴ്സ് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഔട്ട്സൈഡ് ബോർഡറും ഇൻസൈഡ് ബോർഡറും ഒക്കെ വരുള്ളൂ. എല്ലാ ലൈൻസും കിട്ടണമെങ്കിൽ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ ഡാറ്റയ്ക്ക് ബോർഡർ വന്നു. ഇനി ടൈറ്റിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് ബോൾഡ് കൊടുക്കാം. അതിന് ഫിൽ കളർ കൊടുത്ത് കളറും ചെയ്യാം. സെയിൽസ്മാൻ എന്നുള്ളത് നമ്മൾ ബോൾഡും കളറൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം B എന്നുള്ള കോളത്തിൻ്റെ എടുത്ത് കുറച്ചുകൂടെ കൂട്ടുക. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടലിൻ്റെ കോളം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇക്വേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സിമ്പിൾ വെച്ചിട്ടാണ്. ഈക്വൽ പ്രസ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. ആപ്പിൾ നല്ല ക്ലിക്ക് ചെയ്യേണ്ടത് ആപ്പിളിൻ്റെ എമൗണ്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 95,000 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ D6 എന്ന് വരും. D6 എന്നുള്ളത് ആപ്പിളിൻ്റെ എമൗണ്ട് ഉള്ള സെല്ലിൻ്റെ അഡ്രസ്സാണ്. എന്നിട്ട് പ്ലസ് കൊടുക്കുക. എന്നിട്ട് സാംസങ്ങിൻ്റെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. പ്ലസ് കൊടുക്കുക. ഹുവാവേൻ്റെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക.
പ്ലസ് കൊടുക്കുക, ലിനോവോൻ്റെ എമൗണ്ട് കൊടുക്കുക, പ്ലസ് റെഡ്മി. ഇങ്ങനെ എല്ലാ കോളത്തിലും ക്ലിക്ക് ചെയ്യുക, പ്ലസ് സിമ്പിൾ വെച്ചിട്ട് എല്ലാം ആഡ് ചെയ്ത് പോകുക. അവസാനം റെഡ്മീൻ്റെ നമ്പറും ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ പ്ലസ് അടിക്കരുത്, പിന്നെ എൻ്റർ അടിക്കുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഈക്വൽ ടു ഒന്നാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക, പ്ലസ് രണ്ടാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക, പ്ലസ് മൂന്നാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക, പ്ലസ് നാലാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക, പ്ലസ് അഞ്ചാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഇതേപോലെ ഫോർമുല നമ്മൾ എല്ലാറ്റിനും അപ്ലൈ ചെയ്യണമെന്നില്ല, ഒരു കോളത്തിൽ മാത്രം ഫോർമുല അപ്ലൈ ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ സീരിയൽ നമ്പർ ഫില്ല് ചെയ്തതുപോലെ ഒന്നാമത്തെ കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നേരത്തെ ആ ഫിൽ ഹാൻഡിൽ എന്നുള്ള ടൂൾ ഉണ്ടല്ലോ, ആ താഴെയുള്ള സ്ക്വയർ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളത്തിലും ടോട്ടൽ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കോളത്തിലെ ഫോർമുല എന്താണെന്ന് ഒന്നാമത്തെ കോളം സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർമുല ബാറിൽ കാണും. അവിടെയുള്ള ഫോർമുല D6 പ്ലസ് E6 പ്ലസ് F6 പ്ലസ് G6 പ്ലസ് H6 ആണ്. രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോർമുല D7 ആയി മാറി, കാരണം ഇപ്പോൾ 7th റോയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ഡാറ്റ. അപ്പോൾ D7 പ്ലസ് E7 പ്ലസ് F7 പ്ലസ് G7 പ്ലസ് H7. അപ്പോൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി സെല്ലിൻ്റെ അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വേറെയും നമുക്ക് ഒരുപാട് വഴികളുണ്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് തന്നെ ആദ്യം ചെയ്യണം. ഞാനിത് ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടെ കാണിക്കാം. ഈക്വൽ ടു ഒന്നാമത്തെ ആപ്പിളിൻ്റെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക, പ്ലസ് സാംസങ്ങിൻ്റെ എമൗണ്ട്, പ്ലസ് ഹുവാവേൻ്റെ എമൗണ്ട്, പ്ലസ് ലിനോവോൻ്റെ എമൗണ്ട്, പ്ലസ് റെഡ്മിൻ്റെ എമൗണ്ട്, എന്നിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം ഈ ആൻസർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ താഴത്തെ സ്ക്വയർ ഉണ്ടല്ലോ ഫിൽ ഹാൻഡിൽ വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. എല്ലാ കോളത്തിലും നമുക്ക് ടോട്ടലുകൾ കിട്ടുന്നതാണ്. ബാക്കിയുള്ള കോളത്തിലൊന്നും ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ 0 വരുന്നത്. ബാക്കിയുള്ള ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടോട്ടൽ അവിടെ വരുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 95 ആപ്പിളിൻ്റെത് 95,000.00 ഉണ്ട്. എമൗണ്ടൊക്കെ എപ്പോഴും 2 ഡിജിറ്റ് വെച്ചിട്ട് പറയുന്നതാണ് നല്ലത്. അത് കൊടുക്കാൻ വേണ്ടി ഈ കംപ്ലീറ്റ് എമൗണ്ടും സെലക്ട് ചെയ്തിട്ട് എല്ലാ എമൗണ്ടിൻ്റെ കോളവും സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഹോം ടാബിൻ്റെ അണ്ടറിൽ നമ്പേഴ്സ് ഗ്രൂപ്പിൽ ഇവിടെ ഇൻക്രീസ് ഡെസിമൽ എന്നുള്ള ഒരു ടൂളുണ്ട്. ഇൻക്രീസ് ഡെസിമൽ എന്നുള്ള ടൂൾ, അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0 വരും, 0.0 വരും. ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 0 വരും. അങ്ങനെ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു അത്രയും ഡെസിമൽ പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് തൊട്ട് അപ്പുറത്തുള്ളത് ഡിക്രീസ് ഡെസിമലാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ 0 കുറയും, പോയിന്റ് കുറയും. ഓക്കെ, ഇൻക്രീസ് ഡെസിമലും ഡിക്രീസ് ഡെസിമലും. ഇനി ടോട്ടൽ കാണാൻ വേറെ നമുക്ക് എളുപ്പ വഴിയുണ്ട്, പക്ഷേ ഫോർമുല വെച്ചിട്ട് തന്നെ നിങ്ങൾ ടോട്ടൽ കണ്ടുപിടിക്കണം. കാരണം എന്നെങ്കിലും മാത്രമേ ആ ഫോർമുലേൻ്റെ ഘടന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെയും മറ്റ് ടൂളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എല്ലാ എമൗണ്ടും സെലക്ട് ചെയ്ത് ടോട്ടലിൻ്റെ സെല്ലും സെലക്ട് ചെയ്യാം. എല്ലാ എമൗണ്ടും സെലക്ട് ചെയ്തിട്ട് ടോട്ടലിൻ്റെ കോളവും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓട്ടോ സം എന്നുള്ളൊരു ടൂള് ഹോം ടാബിൻ്റെ അണ്ടറിൽ ഓട്ടോ സം എന്നുള്ളൊരു ടൂളുണ്ട്, സിഗ്മ സിമ്പൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നിൻ്റെയും ടോട്ടൽ അവിടെ കിട്ടും. ഇപ്പം മൊത്തം സെലക്ട് ചെയ്തിരുന്നെങ്കിൽ മൊത്തം ടോട്ടൽ കിട്ടുമായിരുന്നു. അങ്ങനെയും നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. പക്ഷേ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈക്വൽ ടു സിമ്പൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രമേ ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതി നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാവരും ഇതേപോലെ ഓട്ടോ ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈക്വൽ ടു അടിച്ച് ഓരോ നമ്പറും ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു PDF ആയിട്ട് സേവ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട്. റിബണിലെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻ്റ്. ആ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഡാറ്റൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. ഈ വ്യൂവിൽ നമുക്ക് റെഡ്മി വരെ മാത്രമുള്ള കോളേ കാണുന്നുള്ളൂ. അതിനുശേഷമുള്ള കോളം ഇതിൽ വിസിബിൾ അല്ല. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഈ ഏരിയയൊക്കെ നോക്കി നമ്മൾ ബോർഡർ കൊടുക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ വൈറ്റ് സ്പേസ് കിട്ടുന്നത്. ഇതും നമ്മൾ ബോർഡർ കൊടുത്തുകൊണ്ടാണ് മുകളിലുള്ള ഡാറ്റയ്ക്ക് നമുക്ക് ബോർഡേഴ്സും അതേപോലെ അതിൻ്റെ കളേഴ്സൊക്കെ കാണുന്നത്. അപ്പോൾ റെഡ്മി വരെയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കോളം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ബാക്ക് ആരോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ഫയലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഈ ബാക്ക് ആരോ അടിക്കുക. അടിച്ചതിന് ശേഷം നോക്കുക, ഇവിടെ റെഡ്മി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ്
പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ പേപ്പർ സൈസ് A4 പേപ്പർ സൈസാണ്. അപ്പോൾ ഇത്രയും സ്പേസ് അതിനകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് എവിടെയെങ്കിലും വിടുത്ത് കുറക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ വിടുത്ത് കുറക്കണം. ഉദാഹരണത്തിന് സീരിയൽ നമ്പർ നമുക്ക് ഇത്രയും വിടുത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സീരിയൽ നമ്പറിൻ്റെ വിടുത്ത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ മൗസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കുറക്കുക, അതിൻ്റെ വിടുത്ത് കുറക്കുക. ഇപ്പോൾ ഇത് കുറച്ചപ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഒരു ഡോട്ടഡ് ലൈന് നമ്മുടെ ഡാറ്റൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പോൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഡാറ്റ നമുക്ക് A4 ഷീറ്റിൽ കൊള്ളിക്കാം. വീണ്ടും ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻ്റ് അടിച്ചാൽ നിങ്ങൾ കണക്ട് ചെയ്ത പ്രിൻ്ററിലേക്ക് ഇത് വരുന്നതാണ്. PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്യാം. ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ book 1 എന്നാണ് പേരുണ്ടാവുക. നമ്മളിതിന് സേവ് ചെയ്തിട്ട് ഇതിൻ്റെ പേര് മാറുന്നുണ്ടോ നോക്കുക. ഫയലിൽ പോവുക, സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സേവ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എവിടെയാണ് സേവ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഏത് പേരിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യുന്നത്? ഞാൻ ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബ്രൗസ് അല്ലെങ്കിൽ ദിസ് PC ബ്രൗസറിൻ്റെ ആ ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കണം. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഡീഫാൾട്ടായിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ആ ബ്രൗസർ വിൻഡോ ഓപ്പണായി. ഇനി ഏത് പേരിലാണോ ഫയൽ നമ്മൾ സേവ് ചെയ്യുന്നത് ആ പേര് നമ്മൾ ഇവിടെ കൊടുക്കുക. ഞാനിതിന് എക്സർസൈസ് 1 കൊടുത്തു. എന്നിട്ട് സേവ് അടിച്ചു. എക്സർസൈസ് 1 കൊടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മേലെ ടൈറ്റിൽ ബാറിൽ എക്സർസൈസ് 1 ഫയലിൻ്റെ പേര് മാറിയതായി കാണാം. അപ്പോൾ ഈ ഫയൽ ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ചെയ്തത്. രണ്ടാമത് ഈ ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൽ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഫയൽ അവിടെ എക്സർസൈസ് 1 കാണാം. ഇനി അങ്ങനെ റീസെൻ്റ്ലി ഫയൽ അല്ലെങ്കിൽ ബ്രൗസിൽ പോയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ഡോക്യുമെൻറ്റ്സിലാണ് നമ്മൾ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. എക്സർസൈസ് 1 എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ കിട്ടുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ എഴുതി ചോദിക്കുക. തീർച്ചയായും മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.